ഞാൻ ഫാദർ പീറ്റർ ഊരോത്ത്, വിൻസെൻ്റ് സഭയുടെ മലബാറിലെ പ്രധാനപ്പെട്ട ഒരു കോളേജായ ഡീപോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് ജോലി ചെയ്യുന്നു. വിൻസെൻ്റ് സഭയുടെ ഈ സ്ഥാപനത്തിന് ഏകദേശം 50 വർഷത്തോളം പഴക്കമുണ്ട്. കേരളത്തിലെ വിൻസെൻ്റ് സഭ മലബാറിലെ കുടിയേറ്റ കർഷകർക്കായിട്ട് അവരുടെ ആധ്യാത്മിക വളർച്ചയ്ക്കായിട്ട് ഒരു സ്ഥാപനവും ആശ്രമവും ദേവാലയവുമെല്ലാം ഇടത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചു. ഇന്ന് ഈ മലയോര ജനതയ്ക്ക് ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കരുണയും അറിയിക്കുവാനുള്ള ദീപസ്തംഭങ്ങളായിട്ട് ഈ ആശ്രമവും ദേവാലയവും ഇവിടുത്തെ കോളേജും എല്ലാം നിലകൊള്ളുകയാണ്. എടത്തൊട്ടി സെൻറ്റ് വിൻസെൻ്റ് ദേവാലയത്തിൽ പോപ്പുലർ മിഷൻ ധ്യാനം വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെയുള്ള ഇടവജനത്തിന് വളരെയധികം ആധ്യാത്മികമായിട്ടുള്ള ഉന്മേഷം നൽകുന്ന ഒരു ധ്യാനമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന വചനമനുസരിച്ച് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ നവീകരിക്കപ്പെടുന്നു. വ്യക്തികളുടെ നവീകരണം വഴി കുടുംബം നവീകരിക്കപ്പെടുന്നു. കുടുംബങ്ങളുടെ നവീകരണം വഴി ഇടവകയും നവീകരിക്കപ്പെടുന്നു. ഈ ഒരു നവീകരണ അനുഭവത്തിലേക്കാണ് തീർച്ചയായിട്ടും പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ഇടവക അംഗങ്ങളെല്ലാവരും എത്തിച്ചേരുന്നത്. ഒരു കൂട്ടായ്മയായി ഈ ഇടവക വളരുവാനായിട്ട് ഈ ധ്യാനം ഒരുപാട് സഹായിച്ചിരിക്കുന്നു. വിൻസെഷൻ വൈദികരുടെ മുഖമുദ്രയായ പോപ്പുലർ മിഷൻ ധ്യാനം എന്നും ഏത് ഇടവകയ്ക്കും അനുഗ്രഹപ്രദമായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെ ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ അടുത്തനുഭവിച്ചറിയുവാനും എൻ്റെ ജീവിതത്തിലേക്ക് യേശുവിൻ്റെ സാന്നിധ്യം വിളിക്കുവാനുമുള്ള ഏറ്റവും വലിയ ഒരു അനുഭവമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പേരാവൂര് മുതൽ കൊട്ടിയൂർ വരെയുള്ള റോഡ് ഒറ്റ ദിവസം കൊണ്ട് വെട്ടി എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ വികാരിച്ചന്മാർ നേതൃത്വം കൊടുത്തിട്ടാണ് നമ്മുടെ മലയോര മേഖലയിൽ റോഡും പാലവും മുഴുവനുണ്ടായത്. നമ്മുടെ മലയോര മേഖലയിലെ വൈദികരുടെ നേതൃത്വത്തിലുള്ള ആദ്യകാല കുടിയേറ്റക്കാരുടെ സംഭാവനയാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ അധിഷ്ഠിതമാണ്, ആത്മീയതയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ കൂട്ടായ്മ. ആദിമസഭയിൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ കൂട്ടായ്മയെക്കുറിച്ച് തന്നെയാണ്. പങ്കുവയ്ക്കുന്ന കൂട്ടായ്മയാണ്. നമുക്കറിയാം, നമ്മുടെ മലയോര മേഖലയിലെ കുടിയേറ്റക്കാരുടെ ആദ്യകാല അനുഭവം എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ നിന്നൊന്നുമില്ലാതെ ഇങ്ങോട്ട് കടന്നു വന്ന ആളുകൾ എന്തുമാത്രം ത്യാഗം സഹിച്ച് കഷ്ടപ്പാടുകൾ സഹിച്ച് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. വന്യമൃഗങ്ങളോടും അതുപോലെ തന്നെ പകർച്ചവ്യാധികളോടുമൊക്കെ പടവരുതി ഐതിഹാസികമായ കുടിയേറ്റത്തിൻ്റെ ചരിത്രമാണ് നമ്മുടെ പൂർവികർക്ക് ഇവിടെ പറയാനുള്ളത്. നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന മാതാപിതാക്കന്മാർക്കൊക്കെ അറിയാം എന്തുമാത്രം കഷ്ടപ്പാടുകളിലൂടെയും യാതനകളിലൂടെയും കടന്നു പോയിട്ടാണ് ഇന്ന് കാണുന്ന ഈ വലിയ ഭൗതികമായ സമ്പത്തും ഐശ്വര്യവും എല്ലാം നമ്മൾ നേടിയെടുത്തത് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ആ കാലഘട്ടത്തിലൂടെയൊക്കെ വലിയ കൂട്ടായ്മ ശക്തമായിരുന്നു. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൾ പണിയൊക്കെ നടത്തിയാണ് കൃഷിയെല്ലാം ചെയ്തിരുന്നത്. അപ്പോൾ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഇന്നെല്ലാം വ്യക്തിപരമായി സ്വതന്ത്രമായി ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ കൂട്ടായ്മ കുറഞ്ഞു പോവുകയാണ്. പങ്കുവയ്ക്കുന്ന മനോഭാവം കുറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലശ്ശേരി അതിരൂപത ഈ വർഷം സമുദായ ശാക്തീകരണ വർഷമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദായ ശാക്തീകരണ വർഷത്തെക്കുറിച്ച് അഭിമന്യ പിതാവിൻ്റെ ഇടയലേഖന പള്ളികളിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ച് കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏതാണ്ട് 32ഓളം പ്രവർത്തന പദ്ധതികൾ ഈ വർഷം ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത് നമ്മൾ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു വീട് കയറിക്കിടക്കാൻ ഒരു വീടില്ലാത്തവർക്ക് ഭവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. പഠിക്കാൻ കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കണ്ടെത്തി അവർക്ക് ഫീസ് കൊടുക്കുവാനുള്ള സംവിധാനം ഇടവകയിൽ ഉണ്ടാക്കണം. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിൽ കഷ്ടപ്പെടുന്ന കുടുംബങ്ങളുണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് ക്രൈസ്തവമായ ഒരു കാഴ്ചപ്പാടാണ്, ദൈവവചനത്തിൽ അധിഷ്ഠിതമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വികാരിച്ചോട് ചേർന്ന് നിന്നുകൊണ്ട്
നിങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് നിങ്ങളുടെ വികാരിച്ചൻ. അച്ഛൻ വളരെ താല്പര്യപൂർവ്വം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കൂട്ടായ്മ വളർത്തുന്ന ഇത്തരത്തിലുള്ള പങ്കാളിത്വം മറ്റുള്ളവരോട് കരുണ കാണിക്കാനും സ്നേഹിക്കാനും നമ്മൾ വെറുതെ അധര വ്യായാമം നടത്തിക്കൊണ്ട് മാത്രം കാര്യമില്ല. പ്രായോഗികമായ തലങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇടവകയിലെ പാവപ്പെട്ടവരായിട്ടുള്ള നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് സഹായം എത്തിച്ചു കൊടുക്കുവാൻ നമ്മുടെ ഈ സമ്പത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ മാറ്റിവെക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് പാവപ്പെട്ടവരോട് പക്ഷം ചേരണം, ഇല്ലാത്തവരോട് ചേർന്ന് നിൽക്കണം, അവരെ നമ്മൾ ചേർത്ത് നിർത്തണം. അത് ക്രൈസ്തവമായ കാഴ്ചപ്പാടാണ്. വചനം നമ്മളെ പഠിപ്പിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഈ ധ്യാനം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ വലിയൊരു മാറ്റം ഉണ്ടാകണം. എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഈ ധ്യാനം കൊണ്ട് അർത്ഥമുണ്ടാവുകയുള്ളൂ. നാലാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന നിലയിൽ സഭയോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം. സഭയുടെ ലക്ഷണങ്ങളൊന്നാണ് ശ്ലൈഹികം, ആപസ്തോലികം എന്ന് നമ്മൾ പറയുക. ശ്ലൈഹിക കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നൊരു സമൂഹത്തിന് മാത്രമേ ദൈവത്തിന് മുമ്പിൽ വലിയ കൃപ ലഭിക്കാൻ പോകുന്നുള്ളൂ. ഈ കാലഘട്ടം നമുക്കറിയാം, ഒരുപാട് ഒറ്റപ്പെട്ട സമൂഹങ്ങളായി മാറി നിൽക്കുന്ന ആളുകളുണ്ട്. സഭയിൽ ഭിന്നിപ്പുണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ. ഒരുപാട് പ്രതിസന്ധികൾ സഭയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. സഭാ കൂട്ടായ്മയെ ധിക്കരിക്കുന്നവർ, മാർപ്പാപ്പ പറഞ്ഞാൽ പോലും കേൾക്കാത്ത ആളുകൾ, ഇവിടുത്തെ മെത്രാന്മാരുടെ സിനഡ് പറഞ്ഞാൽ അനുസരിക്കാത്ത ആളുകൾ, ഒരുപക്ഷെ നമ്മുടെ സഭയ്ക്കുണ്ടാക്കിയിരിക്കുന്ന വലിയ മുറിവുകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വ്യക്തിപരമായും സമൂഹമായും നമ്മുടെ സമൂഹത്തെ വളരെയധികം വേദനിപ്പിക്കുന്ന, പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നൊരു കാലഘട്ടമാണ് പ്രിയപ്പെട്ടവർ ഇത്. നിങ്ങൾ ഇടവക വികാരിച്ചൻ പറയും നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഈ ഇടത്തൊട്ടി ഇടവക സമൂഹം ഒരു ഇടവക സമൂഹമേ അല്ല. അഭിയന്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ വികാരിയായി ഇവിടെ നിയമിച്ചിരിക്കുന്നത് ഈ ദൈവജനത്തെ ആത്മീയവും ഭൗതികമായി നിങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഇടവക കൂട്ടായ്മ ഇവിടെ ഉണ്ട്. അതാണ് അതിൻ്റെ വളർച്ചയുടെ, ആത്മീയതയുടെയും വളർച്ചയുടെയും ഭൗതികതയും വളർച്ചയുടെ കാരണമായി നിൽക്കുന്നത്. നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുക, നമ്മുടെ സഭയുടെ നേതൃത്വത്തോട് ചേർന്ന് നിൽക്കുക, സഭ പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളനുസരിച്ച് ജീവിക്കാൻ പഠിക്കുക, വിഭാഗിതയും ഭിന്നതയെന്നും നമ്മൾ ഒഴിവാക്കാനായിട്ട് പരിശ്രമിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒരുപക്ഷെ തലയിടാതിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവരായി നമ്മൾ മാറരുത്. ഇടവക കൂട്ടായ്മ അത്രമാത്രം ശക്തമായി പോകണമെങ്കിൽ വികാരിച്ചനോട് ചേർന്ന്, സഭയോട് ചേർന്ന്, ശ്ലൈഹിക സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്നവരായിരിക്കണം നമ്മൾ. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ 4 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസ പ്രതിസന്ധി ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മക്കളെയും നമ്മുടെ യുവജനങ്ങളെയും യുവതി യുവാക്കന്മാരെയും ഒക്കെ കൂടി ചേർത്ത് നിർത്താൻ, വിശ്വാസ ജീവിതത്തിൽ അവരെ ആഴപ്പെടുത്തുവാൻ, ദൈവിക സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ, യേശു രക്ഷകനും നാഥനുമാണ് എന്ന് തിരിച്ചറിയാനും പരസ്യമായി ഏറ്റുപറയാനും ഒരു സാക്ഷി സമൂഹമായി വളരാനും നമുക്ക് കഴിയണം. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടുതൽ വളർത്തുന്നതായിരിക്കണം. പാറപ്പുറത്ത് വീണ വിത്ത് പോലെ ആകരുത്, മുള്ളുകൾക്കിടയിൽ വീണതുപോലെ ആകരുത്, വഴിയരികിൽ വീണതുപോലെ ആകരുത്. 60%, 30%, 100% ഒക്കെ ഫലങ്ങൾ പുറപ്പെടുത്തുന്ന വിശ്വാസ ജീവിതത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുവാൻ കഴിയുന്നവരാകണം നമ്മൾ. അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മൾ സാക്ഷ്യ സമൂഹമായി മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ആരാധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ദേവാലയത്തിൽ വരുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ച് കുടുംബ പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കുചേരുന്നു. വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനാനുഭവം, കുടുംബ പ്രാർത്ഥന, ഇതെല്ലാം ആത്മീയതയിൽ നമ്മളെ കൂടുതൽ വളർത്തുന്ന അനുഭവങ്ങളാകണം. മൂന്നാമത്തത്, ഈ പങ്കുവയ്ക്കുന്ന വലിയൊരു മനോഭാവം നമുക്കുണ്ടാകണം. അത് നമ്മുടെ ഇടവക ജനത്തെ, ഇടവക കൂട്ടായ്മയെ സജീവമാക്കും. നാലാമത് ഞാൻ പറഞ്ഞത് ഇതാണ്, നമ്മുടെ ശ്ലൈഹിക സംവിധാനത്തോട് ചേർന്ന് നിൽക്കണം. ആ കൂട്ടായ്മയിൽ നമ്മൾ അകന്നു പോകും തോറും നമ്മൾ ഒറ്റപ്പെട്ടവരായി മാറും, നമ്മൾ വിലയില്ലാത്തവരായി മാറും എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് കൂടുതൽ ആഴപ്പെടാം, കൂടുതൽ വളരാൻ നമുക്ക് കഴിയട്ടെ. ഒരുപക്ഷെ നമുക്ക് കുറവുകളുണ്ടാവാം. എല്ലാ കാലഘട്ടത്തിലും ഒരുപോലെ തീക്ഷ്ണതയോട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. നമ്മുടെ തീക്ഷ്ണതയ്ക്ക് കുറവുണ്ടായി വരും. തീക്ഷ്ണതക്കുറവുണ്ടായാലും
ഇതുപോലുള്ള ഉത്തേജനം ലഭിക്കുന്ന ഒരുപാട് അവസരങ്ങൾ, നമ്മുടെ ഇടവകാധ്യാനങ്ങൾ, ദേവാലയ പ്രാർത്ഥനകൾ, കൂട്ടായ്മകൾ, ആരാധനയുടെ അവസരങ്ങൾ, ഇതൊക്കെ നമ്മുടെ വിശ്വാസ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരങ്ങളായി തീർച്ചയായിട്ടും മാറുകയാണ്. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ സാർദീസിലെ സഭയെക്കുറിച്ച്, ലവോദിക്കയിലെ സഭയെക്കുറിച്ച് യോഹന്നാൻ പറയുന്നുണ്ട്. ലവോദിക്കയിലെ സഭയെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ചൂടോ തണുപ്പോ ഉള്ളവരായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ ചൂടോ തണുപ്പോ ഉള്ളവരല്ല, മന്ദോഷരാണ്. അതിനാൽ നിങ്ങളെ ഞാൻ എൻ്റെ വായിലും തുപ്പിക്കളയും. വളരെ പ്രതീകാത്മകമായ അർത്ഥങ്ങളോടെ കൂടി ചേർത്താണ് വെളിപാടിൻ്റെ പുസ്തകം രചിക്കപ്പെട്ടത് നമുക്കറിയാം. എങ്കിലും ആ കാലഘട്ടങ്ങളിൽ പാറപ്പുറത്ത് വീണ വിത്തുപോലെ വളർന്ന് വലുതായ ഒരു വിശ്വാസികളുടെ കൂട്ടായ്മ എത്ര വേഗമാണ് മന്ദോഷണരായി മാറിയത്, വിശ്വാസത്തിൽ ചഞ്ചലരായി മാറിയത്, വിശ്വാസ ജീവിതത്തിൽ തകർന്നു പോയത് എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അവർ ചൂട് തണുപ്പും ഇല്ലാത്തവരായി പോയതുപോലെ ആകരുത് എന്ന് അവരെ ഉപദേശിക്കുകയാണ്. നമ്മുടെ വിശ്വാസ തീക്ഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസ തീക്ഷ്ണതയിൽ വളർന്നവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് ഒരുപാട് കുറവുകൾ, ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നൊരു സമൂഹമായി നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള കൂട്ടായ്മകൾ, ഇതുപോലുള്ള വചനപ്രഘോഷണ അവസരങ്ങൾ, ധ്യാന അവസരങ്ങൾ നമുക്ക് വലിയ ശക്തി പകരും. ദൈവത്തിൻ്റെ വലിയ കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറഞ്ഞ സമൂഹമായി നിങ്ങൾ മാറുമ്പോൾ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകിച്ചും ഈ ഇടവകയുടെ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ വിശുദ്ധൻ്റെ മധ്യസ്ഥം വഴി വലിയ കൃപയും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിൻ്റെ സമാപന ദിവസം ദൈവം നിങ്ങൾക്ക് കൂടുതൽ കൃപയും അനുഗ്രഹവും വർഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് ഇടത്തൊട്ടി നിവാസികളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട വൈദികരെയും പ്രത്യേകിച്ച് നമ്മുടെ വികാരിച്ചനെ ഞാൻ പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ദൈവം അവരിലൂടെ വലിയ കൃപയും അനുഗ്രഹവും നിങ്ങളിലേക്ക് ചൊരിയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും നീ ദാസരേ, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന നാദ ആരാധന 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 നാദ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 12-ാം അധ്യായത്തിന് 24-ാം തിരുവചനം പറയുന്നു, അവൻ നല്ല മനുഷ്യനായിരുന്നു, കാരണം അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ഇതാണ് വചനം. അവൻ നല്ല മനുഷ്യനായിരുന്നു, കാരണം അവനിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. ആത്മാവ് നമ്മുടെ ഇടയിൽ സജീവമായി ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് നല്ലവരായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നല്ലവരായി ജീവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ആത്മീയ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ സമയം പ്രാർത്ഥിക്കുന്നത്. ആത്മീയ അഭിഷേകം നൽകി കർത്താവേ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന. പരിശുദ്ധാത്മാവ് ഈശോയുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്. ജെയിംസ് സ്വെറ്റ്നം എന്നു പേരുള്ള ഒരു ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനുണ്ട്.
അദ്ദേഹത്തിന് നിരീക്ഷണമാണ്, ഒരു ആത്മീയ ചിന്തയാണ്. പരിശുദ്ധാത്മാവ് യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ്. പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യത്തെ അനുസ്മരിച്ചുകൊണ്ട് പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഈ ആത്മീയ അഭിഷേകത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ലൂക്കാസ് വിശേഷകൻ 24 അധ്യായത്തിന്റെ 49 തിരുവചനത്തിൽ ഉദ്ധിതനായ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നുണ്ട്, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ട് പുറത്തു പോകരുത്. വചനം കൃത്യമാവട്ടോ. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരം വിട്ട് പുറത്തു പോകരുത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? കഴിഞ്ഞ 5 ദിവസങ്ങളായി, ഇന്ന് 6-ാം ദിവസം, കഴിഞ്ഞ ഞായറാഴ്ച ആരംഭിച്ചതാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം. ഇവിടെ ഇരുന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചിട്ടേ നീ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചിട്ടേ ഇവിടുന്ന് എഴുന്നേറ്റ് പോകാൻ പാടുള്ളൂ. ആത്മീയ നിറവിൽ ജീവിക്കുന്നവരാകാൻ ദൈവം നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള വചനോത്സവത്തിൻ്റെ നാളുകളായിരുന്നു ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ദിവസങ്ങളെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമുക്ക് ലഭിച്ച ഈ ആത്മീയ ഉണർവ് നിലനിന്നു പോകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഞാൻ പറഞ്ഞു, നമുക്കൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ചിലപ്പോഴൊക്കെ ഇനാക്റ്റീവായി പോകും. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞ അർത്ഥം തന്നെ പ്രവർത്തനക്ഷമമല്ലാതിരിക്കുന്നു. പരിശുദ്ധാത്മ ഉള്ളിലുണ്ട്, പക്ഷെ പ്രവർത്തിക്കുന്നില്ല. എന്താ കാരണം എന്നറിയാവോ? പരിശുദ്ധാത്മാവിന് മാമോദീസായിലൂടെ കിട്ടി, സ്ഥൈര്യലേപനത്തിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടു, വിശുദ്ധ കുർബാനയിലൂടെയും കുമ്പസാരത്തിലൂടെയും വിവാഹത്തിലൂടെയും മറ്റു കൂദാശകളിലൂടെയും നവീകരിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും അത് ഇനാക്റ്റീവാണ്. നമ്മളൊരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. മൊബൈൽ ഫോൺ വാങ്ങിയിട്ട് അതിനകത്ത് BSNLൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് കമ്പനിയുടെയോ ഒരു സിം കാർഡ് വാങ്ങിച്ച് ആ മൊബൈൽ ഫോണിനകത്തിട്ടു. സിം കാർഡ് വാങ്ങിച്ച് മൊബൈൽ ഫോണിനകത്തിട്ടാൽ ഉടനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കുറച്ച് സമയം അതിനൊരു ആക്ടിവേഷൻ പീരീഡ് ഉണ്ട്. സിം കാർഡ് തരുമ്പോൾ അവർ പറയും 2 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ. ഒരു 4-5 വർഷം മുമ്പ് വരെ 24 മണിക്കൂറൊക്കെ ആയിരുന്നു. ഇപ്പം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അത് ആക്ടിവേഷൻ നടക്കും. ഫോണുണ്ട്, സിം കാർഡ് അകത്തുണ്ട്, പക്ഷെ ആക്റ്റീവ് അല്ല. ഇതുപോലെ നമ്മുടെ കാര്യം. ശരീരമുണ്ട്, ശരീരത്തിനകത്ത് ആത്മാവുണ്ട്, പക്ഷെ ആത്മാവ് ആക്റ്റീവ് അല്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മുടെ പാപബന്ധനങ്ങൾ നമ്മുടെ ആത്മാവിനെ നിർജീവമാക്കുന്നു. അതുകൊണ്ടാണ് തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, ആത്മാവിനെ നിർവീര്യമാക്കരുത് കേട്ടോ. ആത്മാവിനെ നിർവീര്യമാക്കി കളയരുത്. ആത്മാവിനെ നിർവീര്യമാക്കരുതെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഇനാക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട്. അതിനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന ദിവസങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടാൻ, ആത്മാവിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു. അതിൻ്റെ പരിസമാപ്തിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഈ അഭിഷേക ആരാധനയുടെ വിശുദ്ധ മണിക്കൂറിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മ അഭിഷേകം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നമ്മുടെ പ്രതിസന്ധികൾക്കെല്ലാം കർത്താവ് ഉത്തരം തരും. നിന്റെ മനസ്സിനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾക്ക് ദിവ്യകാരുണ്യ ഈശോ ഉത്തരം നൽകുന്ന വിശുദ്ധ മണിക്കൂറ ഈ ആരാധനയുടെ നിമിഷം. അതുകൊണ്ടാണ് ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ചു വെച്ച് അവൻ്റെ മുമ്പിലിരുന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ വിശുദ്ധ മണിക്കൂറിൽ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കണമേ എന്ന് ദാഹത്തോടെ അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ചാടി എഴുന്നേറ്റ് എല്ലാവരും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള എളുപ്പ വഴി യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുകയാണ്. യേശുനാമം വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വരും. നമ്മളെല്ലാവരും ആത്മീയമായി നിറവും ഉണർവുമുള്ളവരായി മാറും. അതുകൊണ്ട് തന്നെയും യേശുവിൻ്റെ നാമം വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വഴി വലിയ അഭിഷേകമുണ്ടാകാൻ, രോഗസൗഖ്യം ലഭിക്കാൻ,
വിടുതൽ ലഭിക്കാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ വിശുദ്ധമായ നിമിഷങ്ങളിൽ യേശുവിന്റെ നാമം നമുക്ക് എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈരടി പാടിത്തരുമ്പോൾ എല്ലാവരും ചേർന്ന് യേശുവിന്റെ നാമം മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നു. നമുക്കൊക്കെ പരിചിതമായ മനോഹരമായ ഒരു ഗാനമുണ്ട്. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. ഈ 2 വരി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആവർത്തിച്ചു പാടി യേശുവിനെ നാമം വിളിച്ചപേക്ഷിക്കുന്നത് വഴിയായി അവൻ നമുക്ക് എല്ലാവർക്കും സൗഖ്യം നൽകുമെന്നും വിടുതൽ നൽകുമെന്നും പരിശുദ്ധാത്മാഭിഷേകം കൊണ്ട് നിറയ്ക്കുമെന്നുമുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെ, ദൃഢമായ ബോധ്യത്തോടുകൂടെ എല്ലാവരും ചേർന്ന് ആദ്യം പാടിത്തരുന്ന ഗാനം കേൾക്കുക. അതിനുശേഷം ആവർത്തിച്ച് എല്ലാവരും ഏറ്റുപാടുന്നു. അപ്രകാരം നമുക്ക് തുടർച്ചയായി യേശുവിന്റെ നാമം വിളിച്ചു പ്രാർത്ഥിച്ച് വിളിച്ചു പാടിക്കൊണ്ട് അവന്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങാൻ. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. ഇനി എല്ലാവരും കൈകൾ അടിച്ചു പാടണം. താളത്തിൽ കരങ്ങൾ അടിച്ച് സ്വരമുയർത്തി എല്ലാവരും യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. സർവശക്തനാഥനെ, സർവലോകരക്ഷക, സർവപാപമോചക, അങ്ങേ നാമം വാഴ്ത്തുന്നു. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. ലോകത്തിൻ പ്രകാശമേ, കൂരിരുൾ നീക്കണേ, ദിവ്യദീപ്തി ചിന്തണേ, ദിവ്യകാന്തി നൽകണേ. യേശു യേശു യേശുവേ, യേശുനാമം പാവനം, യേശുനാമം പാടുന്നു, യേശുനാമം വാഴ്ത്തുന്നു. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം, സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഇടതുകരം നിന്റെ നെഞ്ചോട് ചേർന്നിരിക്കട്ടെ. ഇടതുകൈ നെഞ്ചത്ത് വെച്ച് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി. പ്രിയപ്പെട്ടവരെ, നിന്റെ മുൻപിൽ നിൽക്കുന്ന വ്യക്തിക്ക് നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈ സമയം നൽകുന്ന പങ്കുവയ്ക്കലിൻ്റെ ശുശ്രൂഷയായത്. ഇതുവഴിയായി കർത്താവ് നമ്മളിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, നമ്മുടെ ഇടവക മുഴുവൻ വലിയ അഭിഷേകമായി കടന്നു വരും. ഈ ആഗ്രഹത്തോടെ, ദാഹത്തോടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയാനുള്ള ആഗ്രഹത്തോടെ ഇടതുകരം നെഞ്ചോട് ചേർത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലതുകരം മുൻപിൽ നിൽക്കുന്ന വ്യക്തിയുടെ തലയിൽ ഒന്ന് ചേർത്ത് വെച്ചേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ എല്ലാവരിലും നിറയണമേ എന്ന പ്രാർത്ഥനയോടെ, ആഗ്രഹത്തോടെ, ദാഹത്തോടെ ദൈവകൃപയുടെ ആത്മാവിൻ്റെ അഭിഷേകം ഈ സമയം വലിയ അഭിഷേകമായി കടന്നു വരാനുള്ള ആഗ്രഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ചുള്ള ഈ ഗാനത്തോട് ചേർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞാൻ ആരുടെ തലയിലാണോ കൈവച്ചിരിക്കുന്നത്, എൻ്റെ കൈവെപ്പ് വഴിയായി ആ വ്യക്തിക്ക് ഈ സമയം പരിശുദ്ധാത്മ അഭിഷേകം ലഭിക്കട്ടെ. അൾത്താരയുടെ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം അഭിഷിക്തരായ ഞങ്ങൾ വൈദികരെല്ലാവരും നിങ്ങളുടെ നേരെ കൈകൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ലഭിച്ച അഭിഷേകത്തിന്റെ വലിയ കൃപ നിങ്ങളിലേക്ക് ചൊരിയാനുള്ള ആഗ്രഹത്തോടുകൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച പൗരോഹിത്യത്തിന്റെ അഭിഷേകത്താൽ, അതിന്റെ ശക്തിയാൽ, അതിന്റെ അധികാരത്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അടുത്തു നിൽക്കുന്ന വ്യക്തി നിന്റെ തലയിൽ കൈകൾ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ എന്നുള്ള ദാഹത്തോടെയുള്ള പ്രാർത്ഥന ഉയരട്ടെ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശേണമേ, ആത്മനദിയായി ഒഴുകേണമേ. ഒരു നെറ്റിയിൽ കുരിശ് വരച്ചേ. തള്ളവിരലുകൊണ്ട് നീ ആരുടെ തലയിലാണോ ശിരസിലാണോ കൈവച്ചത് നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ചിട്ട് കൈയെടുക്കുക, മുൻപോട്ട് നോക്കി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരമടിച്ച് ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ കാണുവാൻ
അടയാളങ്ങൾ കാണുവാൻ. ഇതാ നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം നീ ദർശിക്കും. ഈശോയെ, എന്റെ വ്യക്തി ജീവിതത്തില്, എന്റെ കുടുംബത്തില് നീ ഇടപെടണമേ നാഥ. ആഗ്രഹത്തോടെ പാടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ആദിയും അന്തുമാകും നാഥനെ ആരാധിക്കുമ്പോൾ. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികളകലും വ്യാധികളൊഴിയും അഭിഷേകം നിറയും. ആത്മാവിലും സത്യത്തിലും ആരാധിക്കും വേളകളിൽ ആദികളകലും വ്യാധികളൊഴിയും അഭിഷേകം നിറയും. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. ആകാരത്തിൽ പാനീയത്തിൽ ആശീർവാദം നിറയാനായി നീയും നിന്റെ കുടുംബവും ഇന്ന് ആരാധിക്കണം. അത്ഭുതങ്ങൾ കാണാം, അടയാളങ്ങൾ കാണാം, ബന്ധുമാകുന്നതൊരു ആരാധിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഒന്ന്, നമ്മളെല്ലാ ദിവസവും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പ്രാർത്ഥനയ്ക്കൊക്കെ ഉണ്ടാകാറുണ്ടോ? വീട്ടുകാരല്ല, നിങ്ങൾ ഉണ്ട്, എല്ലാവരും ഉണ്ടാകാറുണ്ടാവണം. രണ്ടാമതൊരു കാര്യം, നമ്മളെല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചത്തെയും വിശുദ്ധ ബലിയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് നിങ്ങളൊരു മാതൃകയാകണം. നമ്മളീ പുറത്ത് കാവൽക്കാരായിട്ട് നിൽക്കാതെ, നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു 8ാം ക്ലാസ് തൊട്ടൊരു 9, 10 ആ ഒരു റേഞ്ചിലൊക്കെ ആകുമ്പോൾ പിള്ളേർ ഒരു അകൽച്ചയൊക്കെ ഉണ്ടാവും. കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. അപ്പം നമ്മൾ അവരുടെ നിങ്ങൾ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ ഓർത്ത് അവരും അഭിമാനിക്കും, നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളും അഭിമാനിക്കും. അപ്പം നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മാതൃകയാകും. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാലഘട്ടത്തിൽ നന്നായിട്ട് പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ജോലി സാധ്യതകളില്ല എങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നല്ലതാവില്ല.